ഷട്ടിൽ ചായ വീണാൽ എന്താവും? അമ്മ ദേ പൊടി വറുക്കുന്നു. ഇതുപോലെ വേണം. ലസാർസ്വേഡിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ചെറിയ ഒരു പാചകവും അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇന്നേ അമ്മ കുഞ്ഞിന് മിൽക്ക് ബോൾ ഉണ്ടാക്കി തരാട്ടോ. എനിക്ക് ഇഷ്ടമല്ല. ഇത് കടലപ്പൊടല്ല, ഇത് നല്ല ടേസ്റ്റാ. കുഞ്ഞുണ്ടാക്കി കഴിയുമ്പോൾ കണ്ടോണം. കുഞ്ഞൊക്കെ ഇഷ്ടാവും കേട്ടോ. ഇത് കോൺഫ്ലവർ പൊടി. കോൺഫ്ലവർ പൊടി എടുത്തിട്ട് ഇങ്ങനെ വറുക്കണം. കണ്ടോ? ഇപ്പം നമ്മൾ ഇടുമ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ പറന്ന് പോണേ, അതേപോലെ മൂത്ത് വരണം പൊടി. പിന്നെ ചൂട് കാണും. അത് നന്നായിട്ട് മൂത്തത് കൊണ്ടാട്ടോ. ഇതുപോലെ മൂക്കണം. ഇല്ല, വേറെ പാത്രത്തിലേക്ക് എടുക്കുന്ന അതേ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും. ആ ബൗളിലിരിക്കുന്ന പാൽപ്പൊടി ഇങ്ങനെ എടുത്തേ മോനെ. ആ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇങ്ങനെ എടുത്തോ കേട്ടോ. നമുക്ക് കുസൃതി ചോദ്യം കളിച്ചാലോ? ചോദിക്കും. ഷട്ടിൽ ചായ വീണാൽ എന്താവും? ഷട്ടിൽ ചായ വീണാല് ടീഷർട്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഊണേതാ? എനിക്കറിയത്തില്ല. ചിന്തിച്ചു നോക്ക്. കാർട്ടൂണാട്ടോ. ഇനി അടുത്തത് സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന മാസം. എനിക്കറിയൂല. അപ്പോൾ നമ്മുടെ പാറൂസിന് ഇതിൻ്റെ ഉത്തരം അറിയത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ. എടാ ഇത് വേഗം ഒന്ന് ഉരുട്ടി എടുത്താൽ മതി ഇതുപോലെ. അല്ലെങ്കിൽ ഇത് തണുത്ത് പോകും. നമുക്ക് വേഗം ഉരുട്ടി എടുക്കാം കേട്ടോ. ഇതുപോലെ വേണം. അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട പിടിക്കില്ലേ, അതിന് വേണ്ടിട്ട്. അതല്ലേ അമ്മ പറഞ്ഞ കടലെ പോലെ അല്ലെന്ന്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ മിൽക്ക് ബോളിന് ആവശ്യമായ സാധനങ്ങളും അതിൻ്റെ അളവുകളും കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കേണ്ടവർ അത് നോക്കി കറക്റ്റ് അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് ബോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.